ഇന്ന് നമ്മൾ ക്രിസ്മസ് സീരീസിലുള്ള 16ാമത്തെ വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ ഇന്നൊരു മാസൺ ജാർ ഡെക്കറേഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു പിക്കിളിൻ്റെ ഒരു ബോട്ടിൽസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ജാമിൻ്റെ അല്ലെങ്കിൽ പിക്കിളിൻ്റെ മയോനൈസിൻ്റെ ഒക്കെ ബോട്ടിൽസ് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഞാനിവിടെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് അതുപോലെ ലൈറ്റ് ബ്ലൂ കളർ ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വൈറ്റിലേക്ക് കുറച്ച് ലൈറ്റ് ബ്ലൂ ആഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ലൈറ്റ് ബ്ലൂ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങ് ഡാർക്കായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കളർ വെച്ചിട്ടൊന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് ലൈറ്റ് ആവരുത് കേട്ടോ. നമ്മൾ ചെയ്തൊക്കെ വരുന്ന സമയത്തേക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ലൈറ്റായിട്ട് പോകും. അപ്പോൾ കുറച്ചൊരു ഡാർക്കായിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കളർ കിട്ടും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ മേലെ ഭാഗത്തൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഒരു വൈറ്റ് കളർ വെച്ചിട്ട് ബേസ് കോട്ട് അടിച്ചു കൊടുക്കാം, ജെസ്സോ ഒക്കെ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ മേലെ ഇങ്ങനെ ലൈറ്റ് ബ്ലൂ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു ലൈറ്റ് ബ്ലൂ കളർ തന്നെ വെച്ചിട്ട് ഒരു കോട്ട് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് കോട്ടും കൂടി അടിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം ചെയ്യാം കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ അങ്ങ് സ്പോഞ്ചിലേക്ക് വന്നിട്ട് ആകെ വൃത്തികേടായിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു മേലെ ഭാഗത്തൊരു 1/4 ഭാഗത്തോളം കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്തിട്ടൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ ബാക്കി ഭാഗത്തുണ്ടല്ലോ നമ്മൾ ബ്ലൂ കളർ അടിക്കാത്ത ആ ഒരു ഭാഗത്ത് നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡാബ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു ബ്ലൂയിലേക്കും കൂടെ ആവുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. നമുക്ക് ബോട്ടിലിന് ഒരു സ്നോയുടെ ഒരു എഫക്റ്റ് ഒക്കെ കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ലൈനായിട്ട് ചെയ്യേണ്ട കേട്ടോ. കുറച്ച് ഇങ്ങനെ ആ ഒരു ബ്ലൂയിലേക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ആയിട്ട് രീതിയിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും അതിന് നല്ലൊരു നാച്ചുറൽ ലുക്ക് ഉണ്ടാവുക. അങ്ങനെ നമ്മളെ ബോട്ടിലിപ്പം പെയിൻ്റൊക്കെ അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് ബ്ലൂവും വൈറ്റും കൂടെ ആയിട്ട് നല്ലൊരു മാച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു കളറ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ്. എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ സ്നോമാനൊക്കെ വരച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് ഞാനിവിടെ ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഫിംഗർ ടിപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ട് സ്നോമാനെ വരച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് 2 സർക്കിൾ പോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം കുറച്ച് ചെറുത്, പിന്നെ അതിൻ്റെ താഴെയായിട്ട് വലുത്, ആ ഒരു രീതിയിൽ 2 ഇതായിട്ടുള്ള ഒരു സ്നോമാനാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 3 എണ്ണം ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ആദ്യത്തത് ഒരു ചെറുത്, പിന്നെ 2 എണ്ണം ഒരേ സൈസിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്നോമാനാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേ ഒരു സ്നോമാനെ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു 3 റൗണ്ടായിട്ടുള്ള ഒരു സ്നോമാനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഭയങ്കര കൺജസ്റ്റഡ് ആയിപ്പോവും, ചെറിയൊരു ടൈപ്പ് ബോട്ടിലല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്നോമാനെ ഇപ്പോൾ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിന് വേണ്ട ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ ബ്ലാക്ക് കളറ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്നോമാൻ ഒരു ക്യാപ്പ് പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു റെഡ് കളർ വെച്ചിട്ട് ഇങ്ങനെ ക്യാപ്പ് ചെയ്ത് കൊടുക്കാമെന്ന്. പക്ഷേ ആ ഒരു ലൈറ്റ് ബ്ലൂയിലേക്ക് ആ ഒരു റെഡ് കളർ തീരെ അങ്ങ് മാച്ച് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു ബ്ലാക്ക് തന്നെ യൂസ് ചെയ്ത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്നോമാന് 2 കണ്ണ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വായ വരച്ചു കൊടുത്ത് ഞാനിത് ഇതുപോലെ അങ്ങനെ കുഞ്ഞി ഡോട്ടായിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി ഒരു ലൈനായിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നതിനനുസരിച്ച് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു താഴെയുള്ള റൗണ്ടിലേക്ക് ഇങ്ങനെ ബട്ടൺസ് പോലെ ഒരു 4 എണ്ണം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു സ്നോമാന് 2 കൈ വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്നോമാന് ഒരു ഷോൾ ഉണ്ടാവില്ല, അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ആദ്യം റെഡ് കളർ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ലൈന് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ചേരുന്നില്ല അതിലേക്ക്, ആ ഒരു വൈറ്റിലേക്കും ബ്ലൂയിലേക്കും. പിന്നെ ഞാൻ ഇവിടെ ഗ്രീന് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഷോൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഷോളിൻ്റെ ആ ഒരു ടിപ്പിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ചെണ്ടൊക്കെ ഉള്ള പോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ കളർ പക്ഷേ നല്ല രീതിയിൽ മാച്ച് ആവുന്നുണ്ട്. ആ ഒരു കളറിലേക്ക് എനിക്ക് നല്ലൊരു ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു സ്നോമാൻ്റെ മൂക്കിനെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ക്യാരറ്റിൻ്റെ ഒരു കളറായിട്ട് ഓറഞ്ച് കളർ എടുത്തിട്ട് ഇങ്ങനെ ക്യാരറ്റ് പോലെ ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്നോമാൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കിട്ടാൻ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഇമേജസ് കിട്ടാനുണ്ട് പല ടൈപ്പിലുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്കിങ്ങനെ ബോട്ടിലേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു സ്നോമാൻ അവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു താഴെ ഭാഗത്തിൽ ഒരു മഞ്ഞ് പോലെ ചെയ്തിട്ടുള്ള, അപ്പോൾ അവിടെ ഇങ്ങനെ ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ആദ്യം വിചാരിച്ചു ഞാൻ ക്രിസ്മസ് ട്രീ പോലെയൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ മാസൺ ജാറൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ക്യാപ്ഷൻസ് ഒക്കെ എഴുതുന്നതായിരിക്കും ഭംഗി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ക്യാപ്ഷൻ ആ ഒരു വൈറ്റ് ഭാഗത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പേൾ വൈറ്റ് വെച്ചിട്ട് അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കിയിട്ടോ. പക്ഷേ ഇങ്ങനെ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ട്, പക്ഷേ എടുത്ത് കാണിക്കുന്നില്ല. പിന്നെ ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട്
ആ ഒരു ക്യാപ്ഷൻസൊക്കെ ഒന്ന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് ട്രേസ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ഹാപ്പി ക്രിസ്മസ്, മാരി ക്രിസ്മസ് ഒക്കെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും തന്നെ ഒന്ന് എഴുതിയെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ നമ്മളൊരു തിന്നായിട്ടുള്ളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഇതൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു റെഡ് കളർ വെച്ചിട്ടൊരു ഇറ്റ് എന്നുള്ള ഐക്ക് പകരം ഒരു ഹാർട്ട് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ഭംഗിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു ബാക്കി ഭാഗത്തൊക്കെ ഇങ്ങനെ ബ്ലാങ്ക് ആയിരിക്കില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കുഞ്ഞി ഡോട്ട് പോലെ ഇങ്ങനെ ഇടയ്ക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഇങ്ങനെ മഞ്ഞ് വീഴുന്ന പോലെ അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇടയ്ക്ക് മാത്രമായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്നോ ഫ്ലേക്സ് വേണമെങ്കിൽ വരച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളുടെ ആ ഒരു സ്നോമാൻ മാസഞ്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതിനൊരു സാറ്റിൻ റിബണും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലൊരു 3 കളർ ഉണ്ടായിരുന്നു. സിൽവർ കളറ്, പിന്നെ പ്യുവർ വൈറ്റും, പിന്നെ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഒരു വൈറ്റ് കളറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് 3 വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒരു വൈറ്റ് കളറാണ്. സിൽവർ കളറും കൊള്ളാം കേട്ടോ. പക്ഷേ കുറച്ചും കൂടി ആ ഒരു താഴെ ഇങ്ങനെ വൈറ്റ് കളറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വൈറ്റാണ് എനിക്ക് കുറച്ചുകൂടി മാച്ചായിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു തിന്നായിട്ടുള്ളൊരു സാറ്റിൻ റിബൺ വെച്ചിട്ട് ആ ഒരു നെക്കിൻ്റെ സൈഡിലൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബോ പോലെ ആക്കിയിട്ടൊന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ജൂട്ടിൻ്റെ ത്രെഡ് യൂസ് ചെയ്യാം. മാസൺ ജാറിനൊക്കെ ഒരു ജൂട്ടിൻ്റെ ത്രെഡൊക്കെ നല്ലൊരു ഭംഗിയാണ്. അങ്ങനെ നമ്മളുടെ വളരെ ഈസി ആയിട്ടുള്ള ഒരു മാസൺ ജാർ ഡെക്കറേഷൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആ ഒരു താഴെ ഭാഗത്ത് ആ ഒരു വൈറ്റ് കളർ ചെയ്തിട്ടില്ലേ, അപ്പോൾ അവിടെ വേണമെങ്കിൽ എക്സലിൻ്റെ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുക, നല്ലൊരു സ്നോയുടെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട്. അപ്പം നമ്മൾ അതുപോലെയൊക്കെ കുറേ ബോട്ടിൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഈസി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടൊരു ബോട്ടിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജാമിൻ്റെ അങ്ങനെ ഏതെങ്കിലും ഒരു ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ കുറേ ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ റീത്ത് ചെയ്തിട്ടുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ പല ടൈപ്പ് മാസൺ ജാറും അല്ലാത്ത ക്രിസ്മസ് ബോട്ടിൽസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2-3 ടൈപ്പ് ക്രിസ്മസ് ട്രീ, പിന്നെ അതുപോലെ ഈ ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന കുറേ ക്രിസ്മസ് ഓർണമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൂടുതലായിട്ട് നമ്മൾ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ മാത്രം വെച്ച് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പം അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു വാൾ ഡെക്കർ ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എക്സലൊക്കെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറാണ്. അപ്പോൾ അധികം പേരൊന്നും അത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.